പലതരം സൈക്കോകളെ കണ്ടിട്ടുണ്ടെങ്കിലും 12 വയസ്സ് മാത്രമുള്ള ഇങ്ങനൊരു ഐറ്റം സൈക്കോനെ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. മൂവി റിവ്യൂ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2017 ക്രിസ് പെക്കോവർ സംവിധാനം ചെയ്ത് റിലീസ് ചെയ്ത സൈക്കോളജിക്കൽ ഹൊറർ മൂവിയെ പറ്റിയാണ്. നമ്മുടെ കഥയിലെ നായിക ആഷ്ലി കുട്ടികളെ നോക്കുന്ന ഒരു ആയയാണ്. കുട്ടികളെ നോക്കുന്ന ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ആയയാണ്. പക്ഷെ ഇത്തവണ ആഷ്ലി നോക്കാൻ പോകുന്നത് 12 വയസ്സുള്ള ലൂക്ക് എന്ന ഒരു പയ്യനെ, ഒരു കൊച്ചു പയ്യനെയാണ് ഇത്തവണ ആഷ്ലി എന്ന ആയ നോക്കാൻ പോകുന്നത്. അങ്ങനെ ആഷ്ലി ലൂക്കിന്റെ വീട്ടിലെത്തുകയും ആദ്യ കാഴ്ചയിൽ തന്നെ ലൂക്കിന് ആഷ്ലിയോട് ഒരു പ്രത്യേകതരം അടുപ്പം തോന്നുകയും, പ്രത്യേകതരം അടുപ്പം എന്ന് പറഞ്ഞാൽ ഒരു തരം കാമം നിറഞ്ഞ പ്രണയം തോന്നുകയും ചെയ്യുന്നു. ഈ കാര്യം ലൂക്ക് അവന്റെ സുഹൃത്തായ ഗാരറ്റിനോട് പറയുകയും 19 വയസ്സ് പ്രായമുള്ള ആഷ്ലിയെ വളയ്ക്കാനുള്ള ടിപ്സ് ഗാരറ്റ് ലൂക്കിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ആഷ്ലി ആ വീട്ടിലേക്ക് ലൂക്കിനെ നോക്കാനായി പോകുമ്പോൾ ലൂക്കിന്റെ പാരന്റ്സ്, ലൂക്കിന്റെ അച്ഛനും അമ്മയും അന്നേ ദിവസം ആ വീടും ലൂക്കിനെയും നോക്കാനായി ആഷ്ലിയെ ഏൽപ്പിച്ചുകൊണ്ട് അവരെങ്ങോട്ട് പോകുന്നു, എന്തോ പാർട്ടിക്കോ കാര്യങ്ങൾക്കോ പോകുന്നു. അങ്ങനെ ആഷ്ലിയും ലൂക്കും ആ വീട്ടിൽ ഒറ്റക്കാകുന്നു. സോ ലൂക്ക് എന്ത് ചെയ്യുന്നു? ലൂക്ക് ആഷ്ലിയെ വളയ്ക്കാനുള്ള ശ്രമങ്ങൾ പതിയെ തുടരുന്നു. പക്ഷെ ആഷ്ലി തന്റെ കാമുകനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇതാണെങ്കിലോ ലൂക്കിന് തീരെ ദിനങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ അപ്രതീക്ഷിതമായ ചില ശബ്ദങ്ങളും ചില പെരുമാറ്റങ്ങളും അനുഭവപ്പെടുന്നു. ഈ ശബ്ദങ്ങളും പെരുമാറ്റവും കേട്ട് ആഷ്ലിയും ലൂക്കും പേടിക്കുന്നു. പക്ഷേ ഈ പേടിക്ക് അധിക സമയം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ചെറിയ ട്വിസ്റ്റോടുകൂടി ആ പേടി അവസാനിക്കുകയാണ്. ആ വീട്ടിൽ അവരെ കൂടാതെ മറ്റാരോ ഉണ്ടെന്ന് ആഷ്ലി തിരിച്ചറിയുന്ന നിമിഷം ഒരു കറുത്ത മുഖംമൂടി അണിഞ്ഞ് ഒരാൾ അവരെ കൊല്ലാൻ വരുന്നു. എന്നാൽ ഒരു കുഞ്ഞു ട്വിസ്റ്റോടുകൂടി ആ കറുത്ത മുഖംമൂടിക്കാരൻ ആരാണെന്ന് വെളിപ്പെടുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ലൂക്കിന്റെ ഫ്രണ്ട് ഗാരറ്റ് ആയിരുന്നു. ലൂക്കിന്റെ ഫ്രണ്ട് ഗാരറ്റ് അവരെ പേടിപ്പിക്കാനായി ചില കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇത് ഗാരറ്റിന്റെ മാത്രം പ്ലാനിങ് അല്ലായിരുന്നു. ലൂക്കും കൂടി പ്ലാൻ ചെയ്ത് ആഷ്ലിയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ചില കാര്യങ്ങളായിരുന്നു അത്. കാട്ടിക്കൂട്ടിയതെല്ലാം ലൂക്കിന്റെ പ്ലാനിങ് ആയിരുന്നു എന്ന് അറിയുമ്പോൾ ആഷ്ലിക്ക് ദേഷ്യം വരുന്നു. ഈ ദേഷ്യത്തോടു കൂടി ലൂക്കിനോട് ആഷ്ലി പറയുന്നു, ഞാൻ ഇത് നിന്റെ വീട്ടിൽ അറിയിക്കും, വീട്ടുകാരെ അറിയിക്കും. സോ പാരന്റ്സിനെ വിളിക്കാൻ വേണ്ടി ആഷ്ലി ഫോണിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ലൂക്ക് അവളെ തടയാൻ ശ്രമിക്കുകയും ഈ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ലൂക്കിന്റെ അടി കൊണ്ട് ആഷ്ലി ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. തിരിച്ച് ബോധം വരുമ്പോൾ ആഷ്ലി കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. പിന്നീടാണ് ലൂക്ക് എന്ന ആ കൊച്ചു പയ്യനിലെ യഥാർത്ഥ സൈക്കോ പുറത്തു വരുന്നത്. ലൂക്ക് ആഷ്ലിയോട് പറയുന്നു, നിങ്ങൾ എന്നെ കൊച്ചുപയ്യൻ എന്ന് വിളിച്ചില്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ഒരു കൊച്ചു പയ്യനല്ല എന്ന്. പിന്നീട് ആഷ്ലിയുടെ കാമുകനെയും മുൻ കാമുകനെയും ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ആഷ്ലിയെയും ഈ കാമുകന്മാരെയും ലൂക്ക് കൊല്ലുകയും ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, ആഷ്ലിയെ ഉമ്മ വെച്ചു എന്ന കാരണത്താൽ ലൂക്കിന്റെ സ്വന്തം ഫ്രണ്ട് ഗാരറ്റിന് വരെ ഈ കൊച്ചു സൈക്കോ വകവരുത്തുന്നു. എന്നാൽ ഇവിടം കൊണ്ടൊന്നും ഈ സിനിമ തീരുന്നില്ല. 12 വയസ്സ് മാത്രം പ്രായമുള്ള ലൂക്കിന്റെ ബുദ്ധി എത്രമാത്രമാണെന്ന് ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എവി മില്ലർ, എഡ് ഓക്സൻബോൾഡ്, ഒളിവിയ ഡി ജോങ്, ഡാക്കർ മോൺഗോമറി എന്നിവർ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കി. അപ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ തീരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.